ഹായ് ഓൾ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താ പഠിച്ചത്? ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അല്ലേ, ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം കുറച്ച് സ്കൂൾസ് നമ്മൾ പഠിച്ചു, ബേസിക് സ്കൂൾസ് ഓഫ് സൈക്കോളജി നമ്മൾ പഠിച്ചല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻലി 3 ഫോഴ്സസ് ഓഫ് സൈക്കോളജിയാണ്. അതായത് സൈക്കോളജിൻ്റെ ഇവല്യൂഷനിൽ ഏറ്റവും ഭാഗം വഹിച്ച, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 ഫീൽഡിൻ്റെ 3 സ്കൂൾസിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കേസിലേക്ക് ഇപ്പോൾ സൈക്കോഡൈനാമിക് ആണെങ്കിലും ബിഹേവിയറിസ്റ്റിക് ആണെങ്കിലും ഹ്യൂമനിസ്റ്റിക് ആണെങ്കിലും അതിൻ്റെ ഓവർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നൊരു അംബ്രല്ല ടേമിൻ്റെ അടിയിലാണ് നമ്മളിത് പഠിക്കുന്നത്. മെയിൻലി ഹിസ്റ്ററി ഓഫ് സൈക്കോളജി എന്നുള്ള ഒന്നും കൂടി സബ് ടോപ്പിക്കിൻ്റെ അടിയിലാണ് നമ്മൾ എക്സാമിനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ചോദിക്കാം. അപ്പോൾ സൈക്കോഡൈനാമിക് അപ്രോച്ചിനെ സിംഗിളായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, കുറച്ചൊരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോഡൈനാമിക് പെർസ്പെക്റ്റീവ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന, അതായത് എക്സാമിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ വാരി വലിച്ചെഴുതുന്ന ഒരു സബ്ജക്റ്റാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സൈക്കോഡൈനാമിക് അപ്രോച്ച് പറഞ്ഞ പോലെ തന്നെ ഡെവലപ്പ് ചെയ്തത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിയൻ ഫിസിഷ്യൻ ആണ് അല്ലേ. ഒരു ഡോക്ടർ ആയിരിക്കും, ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാൾ എന്ത് ചെയ്തു? ഫിസിഷ്യൻ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്തു? തൻ്റെ സ്റ്റഡീസിൽ പിന്നീട് അയാൾ മെയിൻലി ട്രീറ്റ് ചെയ്തത് ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെയാണ്. മെയിൻലി ട്രീറ്റ് ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ ഇറാഷണൽ ഫിയേഴ്സ് ഉള്ളവർ, ഒബ്സഷൻസ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ ഒരു ന്യൂറോളജി പ്രാക്ടീഷണർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരായിരുന്നു കൂടുതലായിട്ടും സിഗ്മണ്ട് ഫ്രോയിഡ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ടോക്കിംഗ് തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സൈക്കോ അനാലിസിസ് ഒരു ടോക്കിംഗ് തെറാപ്പിയാണ്. അതായത് കോൺഷ്യസ് അവെയർനെസ്സിലൂടെ നമ്മുടെ അൺകോൺഷ്യസിലുള്ള ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കി തരുന്ന ഒരു ടൈപ്പ് ഓഫ് ടോക്കിംഗ് തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. വളരെയധികം ഡിബേറ്റ്സ് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തെറാപ്പിയും കൂടിയാണ്. കാരണം ഈ ഫ്രീ അസോസിയേഷൻ, ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള മെയിൻ കോൺസെപ്റ്റ്സ് ആണ് സൈക്കോ അനാലിസിസിലേക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് ആരാണോ അവരിങ്ങനെ കണ്ടിന്യൂസ് ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർ ടോക്ക് ചെയ്യുന്നത് അവരുടെ കോൺഷ്യസ് അവെയർനെസ്സിലാണ്. അതിൽ നിന്ന് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇപ്പോൾ സ്ലിപ്പ് ഓഫ് ദി ടങ് അല്ലെങ്കിൽ ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള കാര്യങ്ങൾ, ഡ്രീംസിൻ്റെ ഒക്കെ ഒരു ചെറിയ ഗ്ലിംസസ് എടുത്തുകൊണ്ട് അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങൾ, എന്താണ് അവരെ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ വന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തെറാപ്പിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അത്രയധികം ലിമിറ്റേഷൻസ് ഇല്ല. അത്രയും ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട, അത്രയും ആ ഒരു ഫീൽഡിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന, അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ സൈക്കോ അനാലിസിസ് പോലുള്ള തെറാപ്പികൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു തെറാപ്പി പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രസൻറ്റിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് മെയിൻലി ഫ്രോയിഡ് പറഞ്ഞത്. നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുന്ന, അതായത് നമ്മൾ അറിയാത്ത, നമ്മുടെ അവെയർനെസ്സിന് താഴെയുള്ള, കോൺഷ്യസ് അവെയർനെസ്സിന് താഴെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഓവേർട്ട് ബിഹേവിയർ ആയിട്ട് വരുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈ സൈക്കോഡൈനാമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഞാൻ പറഞ്ഞ ഈ അൺകോൺഷ്യസിൽ മെയിൻലി എന്തൊക്കെയാണുള്ളത്? തോട്ട്സ് ഉണ്ട്, മെമ്മറീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡിസയേഴ്സ് ഉണ്ട്. ഇത് കോൺഷ്യസ് അവെയർനെസ്സിലേക്ക് പുറത്തേക്ക് വരില്ല. അത് നമ്മൾ കാണിക്കാൻ മടിക്കുന്ന, അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാത്ത ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ്, മെമ്മറീസ്, ഡിസയേഴ്സ് ഒക്കെയാണിത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കോൺഷ്യസ് അവെയർനെസ്സിലേക്ക് വരുന്നത് ചില ബിഹേവിയർ ആയിട്ട്, ഓവേർട്ട് ആയിട്ടുള്ള ചില ബിഹേവിയർ ആയിട്ടെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മെയിൻ കണ്ടെത്തലെന്ന് പറയുന്നത്. മെയിൻലി ഞാൻ നേരത്തെ സൈക്കോ അനാലിസിസിൻ്റെ കേസിൽ പറഞ്ഞു, സ്ലിപ്സ് ഓഫ് ദി ടങ് വരും അല്ലേ. നമുക്ക് ചില സമയത്ത് നമ്മൾ നാവിന്ന് വീണു പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഓർത്ത് പറയുന്നില്ല, ചിലതിങ്ങനെ വീണു പോകുന്നു. അതാണ് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയുന്നത്. ടിപ്പ് ഓഫ് ദ ടങ് അല്ല, സ്ലിപ്പ് ഓഫ് ദ ടങ്, അറിയാതെ വീണു പോകുന്ന ചില കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഡ്രീംസ്
ഡ്രീംസിനൊക്കെ പല എക്സ്പ്ലനേഷൻ കൊടുത്ത ഒരാളും കൂടിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചില ഡ്രീംസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇപ്പോൾ റോക്കറ്റ്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് സ്കൈ, ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത ഒരാളും കൂടിയാണ് ആര്, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലിപ്സ് ഓഫ് ദ ടങ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ്, ഇതൊക്കെ കോൺഷ്യസ് അവെയർനെസ്സിലേക്ക്, നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുന്ന തോട്ട്സിനെയും മെമ്മറീസിനെയും ഡിസയേഴ്സിനെയും കൊണ്ടുവരുന്നു എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു മെയിൻ ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈക്കോ അനാലിറ്റിക് തിയറി എന്താ പറയുന്നത്, ഇതെന്താണ് ഇതെന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, മെൻ്റൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. അൺകോൺഷ്യസ് ആയിട്ട് ചില ഡിറ്റർമിനൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടിവേഷനെ, നമ്മുടെ മെൻ്റൽ ഡിസോർഡേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റീനെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ സൈക്കോ അനാലിറ്റിക് തിയറിയിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണ്, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, പിന്നെ ഫിലോസഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം സൈക്കോഡൈനാമിക് തിയറി എന്താണെന്ന് പറയണം. ഓക്കെ, ഇതാരെ പ്രപ്പോസ് ചെയ്തതെന്ന് പറയണം. എന്തിൻ്റെ ബേസിലാണ് സൈക്കോഡൈനാമിക് തിയറി സിഗ്മണ്ട് ഫ്രോയിഡ് പ്രപ്പോസ് ചെയ്തതെന്നും കൂടി പറയണം. മെയിൻലി നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഡിറ്റർമിനൻസ് ഉണ്ട്. അതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നു, അതായത് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ മെമ്മറീസ്, കോൺഷ്യസ് അവെയർനെസ്സിൻ്റെ താഴെ കിടക്കുന്ന കുറച്ച് ഡിറ്റർമിനൻസ്, അതാണ് നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ഇത്രയും നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടി കോയിൻ ചെയ്ത ആളാണ് ഫ്രോയിഡ്. നിങ്ങൾ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം നമ്മൾ പഠിച്ചില്ല, അതിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, കോൺഷ്യസിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതായത് പുറമേ കിടക്കുന്ന നമ്മുടെ അവെയർനെസ്സിനെ ബേസ് ചെയ്തിട്ട്, സ്ട്രക്ചർ ആയാലും ഫങ്ഷൻ ആയാലും നമ്മുടെ അവെയർനെസ്സിലുള്ള കാര്യങ്ങളാണ് അത്രയും കാലം വരെ റിസർച്ചേഴ്സ്, അതായത് സ്കോളേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കേസിൽ വന്നപ്പോൾ എന്തായി, ഒരു പുതിയ എലമെൻ്റ് അല്ലേ, അതായത് നമുക്ക് ഒരു അൺകോൺഷ്യസ് മൈൻഡും കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ ഫ്രോയിഡ് അതിനെ കോയിൻ ചെയ്തു. ഓക്കെ, അപ്പം മെയിൻലി ഫ്രോയിഡ് എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, അതായത് നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിനെ, നമ്മുടെ കോംപ്ലെക്സ് ആയിട്ടുള്ള ബിഹേവിയറിനെ, ഡേ ടു ഡേ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇതാണ് മെയിൻലി സൈക്കോഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ സൈക്കോഡൈനാമിക് അപ്രോച്ചിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ചോദിക്കുമ്പം എഴുതേണ്ട കാര്യം. ഇനിയും ഇതിൽ കുറേ പ്രൊപ്പണൻസ് ഉണ്ട്, കാൾ യുങ് ഒക്കെ നമുക്ക് പറയാനുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ബ്രോഡ് അംബ്രല്ല ടേമിൻ്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൈക്കോഡൈനാമിക് അപ്രോച്ച് എന്താണ്, പെർസ്പെക്റ്റീവ് എന്താണ്, ഡൈനാമിക് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ഇത്രയാണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചാണ്. സൈക്കോഡൈനാമിക് തിയറിക്ക് എതിരെ വന്ന, ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ഒരു ഡിബേറ്റാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. മെയിൻലി ഇതിൻ്റെ ഒരു പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത് ജോൺ ബി വാട്സൺ ആണ്. നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന JB വാട്സൺ. ഇതാണ് JB വാട്സൺ. ഓക്കെ, JB വാട്സൺ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള, അതായത് അത് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കോൺഷ്യസ് ബിഹേവിയറിനെ മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ഒവേർട്ടായിട്ടുള്ള നമ്മുടെ ബിഹേവിയറിനാണ്. അതായത് ബിഹേവിയറാണ്, പുറമേ നമ്മൾ കാണിക്കുന്ന ബിഹേവിയറാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ആര്, JB വാട്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയറിസം എന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ കൊടുത്ത് നമുക്ക് എന്ത് പറയാം, അതായത് ഇതൊരു സയൻറ്റിഫിക് സൈക്കോളജി, അതായത് സൈക്കോളജി മെയിൻലി പഠിക്കേണ്ട കാര്യം എന്താണ്, ഒബ്സർവബിൾ ബിഹേവിയർ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കാണുന്ന, അതായത് പുറത്ത് നോക്കിയാൽ നമുക്ക് സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ബിഹേവിയറിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ അൺകോൺഷ്യസിനെ അല്ല എന്നാണ് ആര് പറഞ്ഞത്, JB വാട്സൺ പറഞ്ഞത്. ഓക്കെ, അതായത് ഈ ഒരു പെർസ്പെക്റ്റീവ്, ഈ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ത് റിജക്റ്റ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിനെ, മെൻ്റൽ പ്രോസസ്സിങ്ങിനെ ഒക്കെ റിജക്റ്റ് ചെയ്തിട്ട് ഫോക്കസ് ഒരു ഭാഗത്തേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയർ. ഓക്കെ, പുറമെ നമുക്ക് കാണുന്ന, അതായത് ലേൺ ചെയ്തെടുക്കുന്ന, JB വാട്സൺ ആണെങ്കിലും ഇതിന് ശേഷം JB വാട്സനെ മെയിൻലി ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്റ്റഡി എന്ന് പറയുന്നത് മെയിൻലി ഇവാൻ പാവ്ലോൻ്റെ കണ്ടീഷനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവാൻ പാവ്ലോൻ്റെ കണ്ടീഷനിങ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ കൂടുതലായിട്ടും സ്റ്റഡി ചെയ്തപ്പം JB വാട്സൺ ഒരു കാര്യം മനസ്സിലായി, ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്യുന്നതാണ്.
ഓക്കെ, അതുകൊണ്ടാണ് JB വാട്സൺ മെയിൻലി പറയുന്നത് എന്താണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ അവയർനെസ്സിലുള്ള, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമല്ല നമ്മൾ പഠിക്കേണ്ടത്. പകരം നമ്മൾ എന്ത് പഠിക്കണം? ഒബ്സർവബിൾ ആയിട്ടുള്ള, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ മാത്രമേ സൈക്കോളജി പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റാണ് ആര് കൊണ്ടുവന്നത്? JB വാട്സൺ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ബിഹേവിയേഴ്സ് എന്നാണ് JB വാട്സനെ അറിയുന്നത്. ഓക്കെ, ഇനി ഈ ബിഹേവിയറിസത്തിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത ഒരാളാണ് BF സ്കിന്നർ എന്ന് പറയുന്നത്. BF സ്കിന്നർ എന്ത് ചെയ്തു? റാറ്റ്സിലും പീജിയൻസിലും ഒക്കെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്തു. വളരെ ഫേമസ് ആയിട്ടുള്ള BF സ്കിന്നറിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് റാറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു റാറ്റിന് ഒരു ബോക്സിലിട്ടു, അതിലൊരു ലിവർ വെച്ചു, എന്നിട്ട് എപ്പോഴൊക്കെ റാറ്റ് അറിയാതെ ആ ലിവറിൽ ടച്ച് ചെയ്യുന്നു അപ്പോഴൊക്കെ അതിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. മെയിൻലി BF സ്കിന്നർ പറഞ്ഞത് പോസിറ്റീവ് റിഗാർഡാണ്. അതായത് ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാം. അതാണ് മെയിൻലി ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഇവാൻ പാവ്ലോ കണ്ടെത്തിയത്. അപ്പം ഇത്രയുള്ള BF സ്കിന്നർ കണ്ടെത്തിയത്. അപ്പോൾ സ്കിന്നർ ആണെങ്കിലും നമ്മുടെ JB വാട്സൺ ആണെങ്കിലും ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്യുന്നു പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിലൂടെ. അതായത് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പണിഷ്മെന്റ് കൊടുക്കുന്നു, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബിഹേവിയർ, ആ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഒരു എക്സ്റ്റെൻഡ് വരെ കഴിഞ്ഞാൽ നമുക്ക് അതിനെ നിർത്തലാക്കാനും എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈപ്പ്. അതാണ് മെയിൻലി നമ്മൾ സൈക്കോളജിയിൽ പഠിക്കേണ്ടതെന്നാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് പറയുന്നത്. അപ്പോൾ സൈക്കോഡൈനാമിക്കും ബിഹേവിയറിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? സൈക്കോഡൈനാമിക് എന്താ പറയുന്നത്? നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? കോൺഷ്യസ് ആണ്. കോൺഷ്യസിലാണ് ആ ഒരു അൺകോൺഷ്യസിൽ കോൺഷ്യസ് അല്ല, അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് സൈക്കോഡൈനാമിക് പറഞ്ഞു. പക്ഷേ അതാണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കേണ്ടതെന്നും ഫ്രോയിഡ് പറഞ്ഞു. പക്ഷെ JB വാട്സൺ പറഞ്ഞതോ BF സ്കിന്നർ പറഞ്ഞത് എന്താണ്? അതൊന്നുമല്ല. ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബിഹേവിയർ, മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയർ, അത് മാത്രമാണ് സൈക്കോളജി പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം 2 കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അതിനു മുന്നേ ഈ BF സ്കിന്നർ പറഞ്ഞ ഒരു ഈ റാറ്റിന്റെ എക്സ്പെരിമെന്റിലൂടെ തന്നെ BF സ്കിന്നർ കോയിൻ ചെയ്ത ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് റിഗാർഡ് കൊടുത്തിട്ട്, ഒരു പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് ഒരു പ്രത്യേക ബിഹേവിയറിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. നമ്മൾ ബിഹേവിയർ ലേൺ ചെയ്യുന്നു, ഒരു നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ റെയിൻഫോഴ്സ് ചെയ്യുന്നു. ഈ ഒരു എക്സ്പെരിമെന്റ് വഴി അതാണ് BF സ്കിന്നറും പ്രൂവ് ചെയ്തത്. ഇപ്പോൾ 2 അപ്രോച്ചസ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ്. സൈക്കോളജിയിലെ തേർഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന അപ്രോച്ച് ആണ് എന്ത്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൺ വേർഡ് ആയിട്ട്. വാട്ട് ഇസ് ദി തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് കൂടുതലായിട്ടും വൺ വേർഡ് ആയിട്ടൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പം തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ഏതാണ്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, ഹ്യൂമനിസം നമ്മൾ പറയും. ഓക്കെ, ഇതിൻ്റെ ഫോക്കസ് എന്താന്ന് വെച്ചാൽ പീപ്പിൾസ് എബിലിറ്റി ടു ഓൺ ദെയർ ഓൺ ലൈഫ്സ്. അതായത് ഇത്രയും നേരം നമ്മൾ പഠിച്ചപ്പം സൈക്കോളജി റിലേറ്റ് ചെയ്യുന്നത് എന്തിലേക്കാണെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്? അൺകോൺഷ്യസ്. ബിഹേവിയറിസ്റ്റിക് ആസ്പെക്ട് വന്നപ്പോൾ പറഞ്ഞു നമ്മൾ ബിഹേവിയറിനാണ് പഠിക്കേണ്ടത്. പക്ഷേ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വന്നപ്പം മെയിൻലി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഒരു പ്രൊപ്പണൻസ് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോവും കാൾ റോജേഴ്സുമാണ്. അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മനുഷ്യർക്കൊക്കെ ഒരു ഫ്രീ വില്ലുണ്ട്, അതായത് ഹ്യൂമൻസിനൊരു ഫ്രീ വില്ലുണ്ട്. ഓക്കെ, അതായത് ഈ ഫ്രീ വില്ല് എന്ന് പറയുന്നത് ഫ്രീഡം ടു ചൂസ് ദെയർ ഓൺ ഡെസ്റ്റിനി. അതായത് ഏതെങ്കിലും നമ്മളെ ഒരു ബിഹേവിയർ പഠിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് കാരണമല്ല ഈ ബിഹേവിയർ നമുക്ക് വരുന്നത്, പകരം നമ്മുടെ ഫ്രീ വില്ലാണ്. ഓക്കെ, നമുക്കൊരു ഫ്രീഡം ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനി ചൂസ് ചെയ്യാൻ. ഒരു അൺകോൺഷ്യസ് അല്ല നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്തുകൊണ്ട് അത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, പകരം നമ്മുടെ ഫ്രീ വില്ലിലാണ് സൈക്കോളജി കൂടുതൽ നോക്കേണ്ടത്, അല്ലെങ്കിൽ അതിലേക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് കൊടുക്കേണ്ടതെന്നാണ് ആര് പറഞ്ഞത്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് എന്താണ്? ഫ്രീ വില്ലിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ ഡെസ്റ്റിനീനെ ചൂസ് ചെയ്യാൻ നമുക്ക് ഫ്രീഡം ഉണ്ട്. അതാണ് ഇവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊപ്പണൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എബ്രഹാം മാസ്ലോ,
കാൾ റോജേഴ്സുമാണ്. ഇവർ രണ്ടുപേരും വളരെ സിമിലർ ആയിട്ടുള്ള രണ്ട് തിയറീസ്. കാൾ റോജേഴ്സിന്റെ സ്റ്റഡി മെയിൻലി ചിൽഡ്രനിലായിരുന്നു. എബ്രഹാം മാസ്ലോ മെയിൻലി ഒരു അഡൽട്ട്, അതായത് നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ, കാൾ റോജേഴ്സ് ആണെങ്കിലും മാസ്ലോ ആണെങ്കിലും പറഞ്ഞത് ഇതാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ, അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഗോൾ. അതിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ ത്രൈവ് ചെയ്യേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് പറയുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൻ പൊട്ടൻഷ്യലിനാണ് മെയിൻലി ഇവർ കൂടുതൽ ഫോഴ്സ് കൊടുത്തത്. ഓക്കെ, ദേ എംഫസൈസ്ഡ് ദി ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ദി എബിലിറ്റി ഓഫ് ഈച്ച് പേഴ്സൺ ടു ബിക്കം ദി ബെസ്റ്റ് പേഴ്സൺ ദേ കുഡ് ബി. അതായത് നമ്മൾ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് മെയിൻലി മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ് ഏറ്റവും ഫോഴ്സ് കൊടുത്ത് പഠിച്ചത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, അവരുടെ രണ്ടുപേരുടെ തിയറീസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. രണ്ടിലും മെയിൻലി പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ചില സ്റ്റെപ്സ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അറ്റൈൻ ചെയ്യേണ്ട ഏറ്റവും പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതായത് ഒരാളുടെ ഫുൾ പൊട്ടൻഷ്യൽ, ആക്ച്വൽ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കി തരാം. ബാക്കി രണ്ട് തിയറീസ് നോക്കിയാൽ അത് ഷേപ്പായി തരുന്നതാണ്, അത് അൺകോൺഷ്യസ് ഡിറ്റർമൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ബിഹേവിയറൽ ആസ്പെക്ട്സിൽ വരുമ്പോൾ അത് ഓൾറെഡി നമ്മൾ ലേൺ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറഞ്ഞപ്പോൾ എന്താണ്, ഇല്ല, അത് ഓൾറെഡി ഹ്യൂമൻസിൽ ഉള്ളതാണ്, അത് മനസ്സിലാക്കിയെടുക്കാനാണ് സൈക്കോളജി കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടതെന്നാണ് ഹ്യൂമനിസ്റ്റിക് ആസ്പെക്റ്റും പറഞ്ഞത്. ഓക്കെ, നമുക്കതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ആരൊക്കെയാണ്? ജോൺ ബി വാട്സൺ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇവാൻ പാവ്ലോ, പിന്നെ ബി.എഫ്. സ്കിന്നർ അതിനെ എക്സ്പാൻഡ് ചെയ്തു. സൈക്കോ അനാലിറ്റിക്കിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ. ഹ്യൂമനിസ്റ്റിക്സിൽ വന്നപ്പോൾ നമ്മൾ കാൾ റോജേഴ്സിനെയും എബ്രഹാം മാസ്ലോനെയും പറഞ്ഞു. അപ്പം 3 തിയറീസും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിഹേവിയറിൽ പറയുന്നത് നമ്മൾ ഒവേർട്ട് ബിഹേവിയർ, മെഷറബിൾ ആയിട്ടുള്ള ബിഹേവിയർ പഠിക്കണം. സൈക്കോഡൈനാമിക് പറഞ്ഞു അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില ഡിറ്റർമിൻസ് നമ്മുടെ ബിഹേവിയറിലുണ്ട്. ഇനി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വന്നപ്പോൾ എന്താണ്, നമ്മൾ ആക്ച്വൽ സെൽഫിനെ കണ്ടുപിടിക്കണം. അതാണ് സൈക്കോളജി കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 3 മേജർ ഫോഴ്സസ് ഓഫ് സൈക്കോളജിയാണ്: സൈക്കോഡൈനാമിക്, ബിഹേവിയറൽ ആൻഡ് ഫൈനലി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. വളരെ ബ്രീഫായിട്ട് നമ്മൾ പഠിച്ചത്, കാരണം ഹിസ്റ്ററി ഓഫ് സൈക്കോളജീൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിലും ഇനിയും ആസ്പെക്ട്സ് ഈ 3 അപ്രോച്ചിലും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.